എടോ എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ നോക്ക്. എങ്ങനെ എണീക്കാനാ? ഫേസ്ബുക്കും വാട്സപ്പും ടിവിയും കണ്ടു കഴിഞ്ഞ് ഉറങ്ങുന്ന നട്ടപ്പാതിരയ്ക്ക്. പിന്നെന്ത് സ്കൂള്, എന്ത് പിള്ളേര്. ഞാൻ പോകുന്നുട്ടോ. ഹലോ. ഇല്ല എണീറ്റു. അച്ഛോ അമ്മ എണീക്ക്. അയ്യോ സമയം കുറേ ആയി. അയ്യോ ബസ് ഇപ്പൊ വരൂട്ട്. എണീക്ക് അച്ഛോ എണീക്ക്. വെറുതെ അല്ല, ഇതിന്റെ മുകളിലല്ലേ ഫുൾ കളി. പിന്നെ എങ്ങനെ എണീക്കാൻ അച്ചു? നേരെ ഒരുപാട് വൈകി. ഒന്ന് കണ്ണിമ്പുമ്പോഴേക്ക് ഇങ്ങനെയുണ്ട് ഒരു സമയം പോക്ക്. അച്ചു അമ്മ വേഗം നോക്ക് സമയം കുറെ ആയിട്ടോ. അച്ചു ഒന്ന് അമ്മൂനെ ഹെൽപ്പ് ചെയ്യ്. ഓ ഇനി നിനക്ക് ഒന്നും കാണില്ല. അച്ചു ഒന്ന് എടുത്തു കൊടുക്ക. അച്ചു അത് ബസ് ഇപ്പൊ വരും പ്ലീസ്. അത് ഇപ്പോഴും കഴിഞ്ഞില്ലേ? എന്താണ് അച്ചു, നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തൂടത്? അച്ചു ഇതിപ്പോഴും കഴിഞ്ഞില്ലേ? ഇന്നത് പിടിക്ക്. ഇന്നത് കഴിക്കേ. ബൈ. ഹലോ. അയ്യോ, ഏത് ഹോസ്പിറ്റലാ? ഞാൻ അതോടെ തന്നെ വരുന്നു. പുറപ്പെടാം. നാൻസി, നീ പെട്ടെന്ന് കോസ്മോ ഹോസ്പിറ്റൽ വരെ വാ. പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ സ്കൂളിൽ നിന്ന്. വീണ്ടും എന്തോ മുറി എന്തോ ആയി വരുന്നു. ഒന്നുമില്ല. ഡോക്ടർ, എന്ത് പറ്റി എന്റെ മോന്? മാഡം, എന്റെ മോൻ എന്താ പറ്റിയത് പറ. ഇല്ലടോ, ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. ശരിയാ ഡോക്ടർ, ഇപ്പോഴത്തെ പിള്ളേർ എന്താ ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഭയങ്കര വയലന്റ് ആണ്. ഓക്കേ, ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് അത്ര മാരകമായ അസുഖമൊന്നുമല്ല. എക്സ്ക്യൂസ് മീ ഡോക്ടർ, എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കേ. സർ, മെഡിക്കൽ റിപ്പോർട്ട്. ഓക്കെ, മകൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
അവന് പിസ്സ, നൂഡിൽസ്, ബർഗർ ഇതൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, പഠന കാര്യങ്ങളിലൊക്കെ എങ്ങനെയാ? പഠിക്കാൻ മടിയാണ്, പെട്ടെന്ന് ദേഷ്യം വരും. ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എങ്ങനെയാ? നന്നായിട്ട് കളിക്കാനൊക്കെ സ്പോർട്സിലും കാര്യത്തിലുമൊക്കെ? ഇല്ല, താല്പര്യമില്ല. എപ്പോഴും ടാബ്, മൊബൈൽ ഇതിലൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഡോക്ടർ, മോന്റെ അസുഖം ശരിക്കും എന്താണ്? സത്യത്തിൽ ഇതൊരു രോഗമല്ല, മാരകമായേക്കാവുന്ന പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. 80% വരുന്ന കുട്ടികളിലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അമിതമായ ദേഷ്യം, ക്രൂരമായി പെരുമാറുക, മറവി, അമിത ഭാരം, വളർച്ച, വിളർച്ച തുടങ്ങി ഇതെല്ലാം സ്ഥിരം സംഭവങ്ങളാണ്. അവന് കുഴപ്പമൊന്നുമില്ല. തക്ക സമയത്ത് തന്നെ അവൻ ഞങ്ങളുടെ അടുത്ത് എത്തി. മാക്സിമം 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ്. നമുക്കവനെ നമ്മുടെ പഴയ അച്ചുവാക്കി തന്നെ എടുക്കാം. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഇനി അവന് ഫാസ്റ്റ് ഫുഡ് കൊടുക്കരുത്. ടിൻ ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ. അവൻ നിങ്ങളുടെ മകൻ മാത്രമല്ല, നാളെയുടെ പൗരനാണ്, ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്. നാം അറിയാതെ നമുക്ക് മേൽ അധിനിവേശം നടത്തിയ പാശ്ചാത്യ സംസ്കാരം തീർത്തും നമ്മെ അടിമകളാക്കി. ഭക്ഷണവും രുചിയും അവരുടെ നിയന്ത്രണത്തിലായി. പിറന്ന നാടിനും വളർന്ന വീടിനും പരമ്പരാഗത ശീലങ്ങൾക്കും പകരം മറ്റൊന്തൊക്കെയോ വാരിപ്പുണർന്നു. പകരം നൽകിയതോ ആരോഗ്യകരമായ ജീവിതവും സന്തോഷകരമായ അന്തരീക്ഷവും. പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കേണ്ട കുരുന്നുകൾ അകാലത്തിൽ രോഗശയ്യയിലായി. തിരിച്ചുപിടിക്കാം ആരോഗ്യത്തെ, നല്ല ശീലങ്ങളെ.